നമ്മൾ ട്രേഡ്രോണിൻ്റെ A to Z എന്ന സീരീസിലെ കീവേഡ്സും സ്ട്രാറ്റജി ക്രിയേഷനും കവർ ചെയ്ത് പോവാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്തായിരുന്നു. ഗോൾഡൻ ക്രോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡെമോ സ്ട്രാറ്റജി നമ്മൾ ക്രിയേറ്റ് ചെയ്തായിരുന്നു. അതാണ് നിങ്ങൾക്ക് ഈ വിൻഡോയിൽ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ അന്ന് നമ്മൾ ഒരു സെറ്റ് കണ്ടീഷൻ ഇവിടെ എൻ്റർ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് വേറൊരു കണ്ടീഷൻ ബ്ലോക്കാണ്. മറ്റൊന്നുമല്ല, റിപ്പയർ വൺസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ ബ്ലോക്കാണ് നമ്മളിവിടെ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ റിപ്പയറിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും, റിപ്പയർ എന്ന് പറഞ്ഞ കണ്ടീഷൻ ബ്ലോക്കിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ ആഡ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഒന്ന് റിപ്പയർ വൺസും റിപ്പയർ കണ്ടിന്യൂസും. നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്നത് റിപ്പയർ വൺസ് ആണ്. റിപ്പയർ കണ്ടിന്യൂസ് നമുക്ക് അടുത്തൊരു പാർട്ടിൽ കവർ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഞാൻ ഓൾറെഡി ഇവിടെ റിപ്പയർ വൺസിൻ്റെ ഒരു കണ്ടീഷൻ ബ്ലോക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റിപ്പയറിൽ പോയിട്ട് ആഡ് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഓപ്ഷൻസ് അവൈലബിളായി വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ റിപ്പയർ വൺസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ ഇത് ഒരു സ്ട്രാറ്റജി ഇതിൽ നമ്മൾ ഒരു പൊസിഷൻ ടേക്കൺ ചെയ്തിട്ട് അതിൽ ഒരിക്കൽ മാത്രമാണ് ഈ റിപ്പയർ വൺസ് എന്ന് പറഞ്ഞ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തുള്ളൂ. ഒറ്റ പ്രാവശ്യമേ ആ ഒരു ചെക്ക് നടക്കുന്നതല്ല, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരിക്കലും അത് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് ആ പറഞ്ഞ കണ്ടീഷൻ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്തു, ആ റിപ്പയർ വൺസിൽ പറഞ്ഞ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു, അതിൻ്റെ അപ്പുറത്ത് പറഞ്ഞ പൊസിഷനിൽ എന്താ പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും അത് റീചെക്ക് ചെയ്യില്ല ആ ഒരു ലൈഫിൽ. അതാണ് അതിൻ്റെ ഒരു യൂസേജ്. അപ്പോൾ ഒറ്റ പ്രാവശ്യമുള്ളൂ. പക്ഷേ റിപ്പയർ കണ്ടിന്യൂസ് ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ അടുത്ത പാർട്ടിൽ കവർ ചെയ്ത് പോകാം. അപ്പോൾ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പല യൂസേജും ഉണ്ട് ഇതിൻ്റെ അകത്ത്. പല സ്ട്രാറ്റജീസിൽ അത് പല കോമ്പിനേഷൻസ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ റിപ്പയർ വൺസ് വെച്ചിട്ട് കുറച്ചും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമുക്കത് ഒന്ന് അഡ്വാൻസ് സെഷനിൽ അത് പോവാം. പക്ഷെ നമുക്കിത് ഒരു ഫസ്റ്റ് പാർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു സിമ്പിൾ എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത്, നമ്മളിവിടെ സെറ്റ് 1ൽ നിങ്ങൾക്ക് ഒരു നമ്മുടെ എൻട്രി കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ പൊസിഷനിൽ പറഞ്ഞ മറ്റേ സ്ട്രൈക്ക് നമ്മൾ വാങ്ങി, ഇവിടെ ബൈ ആണ് കൊടുത്തിരിക്കണേ. ഇപ്പോൾ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ ഇത് സെല്ലായിരിക്കാം. അപ്പോൾ അത് ഡിപ്പെൻസ് ആണ്. അതിപ്പോൾ അത് വലിയ ഡിഫറൻസ് ഒന്നുമില്ല അതിനകത്ത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ഇപ്പോൾ ഈ വീഡിയോയിൽ കവർ ചെയ്ത് പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സിമ്പിൾ മെക്കാനിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ ഒരു ബൈ പൊസിഷൻ എടുത്തു. ഈ ബൈ പൊസിഷൻ എടുത്തിട്ട് നമ്മൾ ഇപ്പോൾ ഇതിൽ പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റി ബാങ്കിൻ്റെ അറ്റ് ദ മണി +2 നമ്മൾ കറണ്ട് വീക്ക് എക്സ്പയറിയിലെ 2 ലോട്ടാണ് നമ്മളിവിടെ സി ആണ് നമ്മളിവിടെ ബൈ ചെയ്തത്. നമ്മൾ ഈ 2 ലോട്ട് സി ബൈ ചെയ്തിട്ട് നമുക്ക് വിചാരിക്കുകയാണ് നമ്മളിപ്പോൾ നമ്മുടെ ഒരു പ്രോഫിറ്റ് ഒരു പർട്ടിക്കുലർ ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ലോട്ടിൽ നിന്ന് നമ്മൾ വേണമെങ്കിൽ ഒരു ലോട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. അതായത് നമ്മളൊരു ലോട്ട് സെല് ചെയ്യാണ്. അപ്പോൾ ആ ഒരു പ്രോഫിറ്റ് നമ്മൾ എത്തുന്ന സമയത്ത് നമ്മളിപ്പോൾ ഈ എടുത്ത 2 ലോട്ടിൽ നിന്ന് ഒരു ലോട്ട് നമ്മൾ കളയാണ്. നമ്മൾ ബേസിക്കലി സെല് ചെയ്യാണ്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോഫിറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ് ചെയ്യുന്നത്. അത് ഒറ്റ പ്രാവശ്യം അപ്പോൾ ചെയ്യുള്ളൂ. കാരണം റിപ്പയർ വൺസിലായതുകൊണ്ട് തന്നെ അത് ഈ ഒരു കണ്ടീഷൻ ഒറ്റ പ്രാവശ്യമാണ് ചെയ്യുള്ളൂ. അപ്പോൾ ഒരു ലോട്ട് അവിടെ ഡ്രോപ്പ് ചെയ്ത് കളഞ്ഞു, അല്ലെങ്കിൽ നമ്മൾ സെല് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആ ഒരു ഇത് എങ്ങനെ ഇതിൽ ഈ റിപ്പയർ വൺസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ നോക്കാം. നമ്മളിവിടെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ നമ്മൾ പറയുന്നത് ഇപ്പോൾ PNL ഇപ്പോൾ ഒരു 1500 എത്തി. അങ്ങനെ PNL 1500 എത്തി കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു കോൾ ഓപ്ഷൻ്റെ ഞാൻ പറഞ്ഞ ഇവിടെ 2 ലോട്ട് നമ്മൾ വാങ്ങിയില്ല, ഒരു ലോട്ട് നമ്മളങ്ങ് സെൽ. നമ്മൾ റിപ്പയർ വൺസിൻ്റെ കണ്ടീഷൻ ബിൽഡറിൽ വന്നിട്ട് നമ്മൾ പറയാണ് നമ്മുടെ PNL അതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. നമ്മൾ PNL ഗ്രേറ്റർ ദാൻ 1500 ആണെങ്കിൽ, PNL 1500 കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, നമ്മൾ ഒരു ലോട്ട് സി സെല് ചെയ്യാൻ പോവാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ലോട്ട് സി ആണ് നമ്മളവിടെ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ സെറ്റ് 1 കണ്ടീഷനിൽ 2 ലോട്ടാണ് നമ്മൾ ബൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലോട്ട് സി നമ്മളിവിടെ സെല് ചെയ്യാൻ പോവാം. ഇതിൽ റിഫ്ലക്റ്റ് ആവും. ഇത് ജസ്റ്റ് നെറ്റ്വർക്ക് സ്ലോ ആയതുകൊണ്ടാണ്. പൊസിഷനിൽ വന്നു നമ്മൾ. പൊസിഷൻ ബിൽഡറിൽ വന്നപ്പോൾ നമ്മൾ ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ചിലപ്പോൾ ഫസ്റ്റ് സെറ്റിൽ സെല്ലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണ് അവർ ബൈ ചെയ്യണം. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ ബൈ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ സെല്ല് കളയാൻ പോവാം. നമ്മൾ എക്സ്ചേഞ്ച് സെലക്ട് ചെയ്യുക, NFO സെലക്ട് ചെയ്തു. നമ്മൾ പുട്ട് ഓപ്ഷൻ, കോൾ ഓപ്ഷൻ, ഫ്യൂച്ചേഴ്സ്. അപ്പോൾ നമ്മളിതിൽ ഫസ്റ്റ് സെറ്റിൽ നമ്മൾ ചെയ്തിട്ടുള്ളത് കോൾ ഓപ്ഷനാണ്. അപ്പോൾ ആ കോൾ ഓപ്ഷനാണ് നമുക്കിവിടെ സെല് ചെയ്യേണ്ടത്. അണ്ടർലൈങ് ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നിഫ്റ്റി
ബാങ്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്കിൻ്റെ സ്ട്രൈക്കാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇൻട്രാഡേ ആണ് നമ്മൾ പ്രൊഡക്റ്റിൻ്റെ അകത്ത് MIS അല്ലെങ്കിൽ നോർമലാണ്, പക്ഷേ അത് നമ്മളിപ്പോൾ ഇൻട്രാഡേ ആയതുകൊണ്ട് നമ്മൾ MIS സെലക്ട് ചെയ്തു. ഇനി ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഈ സ്ട്രൈക്ക് എന്ന് പറയുന്ന ഫീൽഡ് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇത് പലർക്കും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയ ആണ്, എന്തെങ്കിലും പറഞ്ഞിട്ട് പോവാം. ഈ സ്ട്രൈക്ക് എന്ന് പറയുന്നത് നമ്മളിവിടെ വെറുതെ അറ്റ് ദ മണി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്ട്രൈക്ക് വർക്ക് ചെയ്യത്തില്ല. അതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റ് ദ മണി എന്ന് പറഞ്ഞ ചെക്ക് നടക്കുന്നത് ഏതെങ്കിലും ഒരു ടൈമിലായിരിക്കും. പക്ഷെ നമ്മൾ എൻട്രി എടുത്തുള്ള സ്ട്രൈക്കിൻ്റെ അറ്റ് ദ മണി, അതായത് നമ്മളിപ്പോൾ ഫ്യൂച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മൾ നിഫ്റ്റി ബാങ്കോ നിഫ്റ്റി 50 നമ്മൾ ഇപ്പോൾ എൻട്രി എടുക്കുന്ന സമയത്ത് 1500 വിചാരിക്കും. ജസ്റ്റ് ഒരു നമ്പറാണ് ഞാൻ പറഞ്ഞത്, 1500 നമ്മൾ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അറ്റ് ദ മണിയിൽ നമ്മളിവിടെ കണ്ടീഷൻ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് സ്ട്രൈക്ക് നിൽക്കുന്നത് 1600 ആണെങ്കിൽ ആ 600 സ്ട്രൈക്കാണ് എടുക്കുക. പക്ഷേ നമ്മൾ എൻട്രി എടുത്തുള്ളത് 1500 സ്ട്രൈക്കാണ്. അപ്പോൾ ഇവിടെ അറ്റ് ദ മണിയാണ് നിങ്ങൾ സെലക്ട് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ ടോട്ടലായിട്ട് റോങ് ആയി പോവും. കണ്ടീഷൻ നിങ്ങൾ വിചാരിച്ച സ്ട്രൈക്ക് ആവില്ല സെല്ല് ചെയ്യുക. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനത്തെ സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക, നമ്മൾക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് 1 നമ്മൾ എടുത്ത കണ്ടീഷനിൽ എടുത്ത പൊസിഷനാണ് നമുക്ക് ഇവിടെ സെല്ല് ചെയ്യേണ്ടത്. കാരണം അവിടെ നമ്മൾ 2 ലോട്ട് എടുത്തു, നമ്മൾ ആ 2 ലോട്ടിൽ ഒരു ലോട്ട് നമ്മൾ ഇവിടെ സെല്ല് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യണം നമ്മൾ ഇവിടെ FX സെലക്ട് ചെയ്യുക. FX സെലക്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുലയിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്, ട്രേഡഡ് ഇൻസ്ട്രുമെൻറ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ കണ്ടീഷൻ ടൈപ്പിൽ നമുക്ക് പറയാം എൻട്രി എടുത്തത്, ആ ട്രേഡഡ് ഇൻസ്ട്രുമെൻറ്റിൽ നമ്മൾ എൻട്രി എടുത്ത സ്ട്രൈക്ക് അണ്ടർലൈങ് നിഫ്റ്റി ബാങ്ക് സെറ്റ് നമ്പർ 1 കണ്ടീഷൻ 1 ലെഗ് നമ്പർ 1. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയാണ്, നമ്മളിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ അറ്റ് ദ മണി അവിടെ സെലക്ട് ചെയ്യാൻ പാടില്ല. കാരണം വെച്ചാൽ അറ്റ് ദ മണി ഡൈനാമിക്കായിട്ട് ചേഞ്ച് ചെയ്യുന്ന വാല്യൂ ആണ്. നമ്മളിപ്പോൾ അറ്റ് ദ മണി അല്ല ഇപ്പോൾ സെലക്ട് ചെയ്യണത്. കാരണം കൊണ്ട് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് നമ്മൾ സെറ്റ് 1 എന്ത് കണ്ടീഷനിൽ ആ പൊസിഷനിൽ ബിൽഡ് ചെയ്ത സ്ട്രൈക്കാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രേഡഡ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഫോർമുല ബിൽഡറിൽ വന്നിട്ട് ട്രേഡഡ് ഇൻസ്ട്രുമെൻറ്റിൻ്റെ എൻട്രി, നമ്മൾ എൻട്രി കണ്ടീഷൻ ടൈപ്പ് എൻട്രി, അതിലെടുത്ത സ്ട്രൈക്ക് നിഫ്റ്റി ബാങ്കിൻ്റെ സെറ്റ് 1 എന്ന് പറയാൻ കാരണം നമ്മൾ ആകെ ഒരു സെറ്റുള്ള അതിൻ്റെ അകത്ത്. അപ്പോൾ ആ സെറ്റ് 1 കണ്ടീഷൻ 1 ലെഗ് നമ്പർ 1 അത് നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് അടിക്കുക. അപ്പോൾ എന്തായി, നമ്മുടെ പൊസിഷൻ ബിൽഡറിൻ്റെ അകത്ത് ആ ഒരു കണ്ടീഷൻ നമ്മൾ അവിടെ ചെയ്തു. ഇനി നിങ്ങൾക്ക് എക്സ്പയർ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഫോർമുല യൂസ് ചെയ്തിട്ട് ചെയ്യാം. അല്ല നിങ്ങൾ എന്തായാലും കറണ്ട് വീക്ക് എക്സ്പയറിലാണ് നിങ്ങൾ ഫസ്റ്റ് സ്ട്രൈക്ക് നിങ്ങൾക്ക് ഉറപ്പുണ്ട്, അല്ലെങ്കിൽ ആ വീക്കിലാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് വീക്ക് തന്നെ സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കറണ്ട് മന്ത് സെലക്ട് ചെയ്യാം. ഇല്ല നിങ്ങൾക്ക് ഇതേപോലെ ഫോർമുല ബിൽഡർ വെച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡഡ് ഇൻസ്ട്രുമെൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് അത് കവർ ചെയ്ത് വരാം. അല്ലെങ്കിൽ അതേ സ്ട്രൈക്കിന് നമുക്ക് ആ ഫസ്റ്റ് സെറ്റ് 1 എടുത്ത സ്ട്രൈക്കിൻ്റെ അതേ നമ്മുടെ വീക്ക് എക്സ്പയറി നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്ത് വരാം. ഇപ്പോൾ ഇവിടെ കറണ്ട് വീക്കായാലും വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലോട്ട്സിൻ്റെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ലോട്ട് അവിടെ എടുത്തു, നമ്മളിവിടെ സിമ്പിളായിട്ട് ഒരു ലോട്ട് സെല് ചെയ്യാനാണ് പോണത്. ഓക്കെ, എന്നിട്ട് നമ്മളിവിടെ ആഡ് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ എൻട്രി കണ്ടീഷനിൽ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തപ്പോൾ നമ്മൾ 2 ലോട്ട് C ബൈ ചെയ്തു. ആ 2 ലോട്ട് C ബൈ ചെയ്തിട്ട് നമ്മളൊരു റിപ്പയർ വൺസ് കണ്ടീഷൻ കൂടി എഴുതി. നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് 1500, അതായത് നമ്മൾ പ്രോഫിറ്റ് 1500 എത്തുന്ന സമയത്ത് നമ്മൾ പറയണം നമുക്ക് 2 ലോട്ട് വാങ്ങിയ ഒരു ലോട്ട് നമ്മളിവിടെ സെല്ല് ചെയ്യാൻ പറയണം. അപ്പോൾ നമ്മളെന്താ ഒരു ലോട്ടിൻ്റെ പ്രോഫിറ്റ് നമ്മളിവിടെ ബുക്ക് ചെയ്തു. ബേസിക്കലി ആ ടൈമിൽ നമ്മൾ എത്രയാണെങ്കിൽ അത് ബുക്ക് ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പൊസിഷൻ ബിൽഡറിൽ വന്നിട്ട് നമ്മളൊരു സെൽ കണ്ടീഷൻ എഴുതി. എന്നിട്ട് നമ്മൾ C ഒരു ലോട്ട് അവിടെ വിൽക്കാൻ പറഞ്ഞു. ഇതാണ് നമ്മൾ ബേസിക്കലി ചെയ്തത്. അപ്പോൾ ഈ റിപ്പയർ വൺസിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിപ്പയർ വൺസ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആകെ ഒരൊറ്റ പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. അത് ഈ സ്ട്രാറ്റജിയിൽ നമ്മളിപ്പോൾ എൻട്രി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു കണ്ടീഷൻ ചെക്ക് നടത്തി ആ ഒരു പൊസിഷൻ നമ്മൾ ഇത് സെല് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇനി അത് വീണ്ടും ആക്ടിവേറ്റ് ആയി വരില്ല. അപ്പോൾ നമ്മൾ ഇതിനാണ് ഈ റിപ്പയർ വൺസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ യൂസ് ചെയ്യണത്. ഈ റിപ്പയർ വൺസിൽ നിങ്ങൾക്ക് പല കോംപ്ലിക്കേഷൻസ് ഉള്ള പല സ്ട്രാറ്റജീസിലും പല സ്ട്രാറ്റജി കണ്ടീഷൻസ് നമുക്ക് എഴുതാം. നമുക്കത് ഇപ്പോൾ നമ്മൾ PNL ബേസിൽ ചെയ്ത പോലെ തന്നെ പലതും നമുക്കിതിൽ ചെയ്യാൻ പറ്റും. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ ഞാൻ പറഞ്ഞു വെച്ചാൽ ഇതൊരു യൂസ് വരുന്നത് ഒരു നല്ലൊരു എക്സാമ്പിളാണ്. അപ്പോൾ ഇതിലെങ്ങനെ നമുക്കിത് ഈ റിപ്പയർ വൺസിൽ ഇത് യൂസ് ചെയ്തിട്ട് റിപ്പയർ വൺസ് എന്നുള്ള ഒരു കണ്ടീഷൻ യൂസ് ചെയ്തിട്ട് എങ്ങനെ പൊസിഷൻസ് മാനേജ് ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ ഇത് പഠിച്ചത്. അത് കഴിഞ്ഞ് നമുക്ക് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് റിപ്പയർ കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. പക്ഷേ റിപ്പയർ കണ്ടിന്യൂസ് കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കണം. അത് ഭയങ്കരമായിട്ട്
അതായത് അതിൻ്റെ കണ്ടീഷൻ ചെക്കിൻ്റെ എക്സിക്യൂഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. പക്ഷേ എന്തെങ്കിലും റിക്വയർമെൻറ്റ്സ് ആണ് ഞാൻ ഈ പാർട്ടിൽ കവർ ചെയ്യാൻ നോക്കിയത്. നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഫീഡ്ബാക്കോ കമൻസോ ഉണ്ടെങ്കിൽ ചോദിക്കുക, ഹെൽപ്പ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്രേഡ്രോൺ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ട്രേഡ്രോൺ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ ഇത് ഓപ്ഷൻ ബയേഴ്സ് ക്ലബ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലാണെങ്കിലും ട്രേഡ്രോൺ എന്ന് പറഞ്ഞ സ്ട്രാറ്റജി ക്രിയേറ്റർ സെല്ലേഴ്സിനും യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസോ ഫീഡ്ബാക്കോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ക്വറീസ് ഉണ്ടെങ്കിലും റീച്ച് ഔട്ട് ചെയ്യാം. നമുക്ക് വേറെ വീഡിയോ വേണ്ടി അടുത്തതിൽ കാണാം. നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.